ഇന്നത്തെ ആലത്തൂർ വാർത്തകൾ വായിക്കുന്നത് സുബിൻ ശരീഫ് തെന്നിലപുരം. ഇന്ന് ജൂലൈ മാസം 15 തിങ്കളാഴ്ച. മിഥുനമാസം 31 വരുന്നത്. അറബി മാസം മുഹറത്തിലെ 8 ഇന്ന് വരുന്നത്. പ്രധാന വാർത്തകൾ. മമ്പുറം പള്ളി നേർച്ച സമാപിച്ചു. ആലത്തൂരും അതിൻ്റെ വട്ടാരത്തൊക്കെ നല്ല മഴ കിട്ടി. പാലക്കാട് മുതൽ മലപ്പുറം കോഴിക്കോടും വരെയുള്ള നാടുകളിലൊക്കെ പകലന്തിയോളം മഴ പെയ്തിട്ടുണ്ട്. ശ്രീ കുറുമ്പ ട്രസ്റ്റിൽ 13 പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞു. മയക്കുമരുന്ന് കള്ളൻ ഫരീദുദ്ദീൻ പിടിച്ചു. ബസ് തടഞ്ഞു നിർത്തി വടക്കഞ്ചേരിയിൽ കച്ചവടക്കാർ. പൗലോസ് എന്ന വൃദ്ധനെ കാണാനില്ല വാൽക്കുളമ്പിൽ നിന്നും. മുഹറത്തിൻ്റെ 9ലെയും 10ലെയും നോലുമ്പ് വരുന്നത് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും. ആൾക്കാർ പേടിപ്പെടുത്തി ചെക്കൻകുട്ടി കുളത്തിൽ ചാടി. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഗൾഫിൽ കൊടുமைയായ ചൂട്. ഷൂ ഇട്ടതിന് ചവിട്ടിക്കൂട്ടി മുക്കിലിട്ടു ചെക്കൻകുട്ടനെ കൂട്ടുകാർ. കർക്കിടക മാസം 1 നാളെ. മമ്പുറം പള്ളി നേർച്ച ഇന്നലെ നല്ല നിലയ്ക്ക് കഴിഞ്ഞു. ലക്ഷക്കണക്കിന് ജനങ്ങൾ ഉണ്ടായിരുന്നു. വന്നവർക്കൊക്കെ ഓരോ പൊതി നെയ്ച്ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നീണ്ട ക്യൂ ഉണ്ടായിരുന്നു. പള്ളീൻ്റെ അവിടെ നിന്ന് കിലോമീറ്റർ കണക്കിന് നിന്നിട്ടാണ് ആൾക്കാർ അന്നദാനത്തിൽ പങ്കെടുത്ത് ചോറൊക്കെ വാങ്ങിച്ചിട്ട് ആൾക്കാർ ഖബർ സിയാറത്തും തൊയർക്കലൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ വീട്ടിലേക്ക് പോയി. സംഭാവനകളൊക്കെ നിറച്ച് കിട്ടിയിട്ടുണ്ട് അവിടേക്ക്. പൂഴി കാണില്ല, അത്ര തിരക്കായിരുന്നവ പള്ളി നേർച്ചയ്ക്ക് വന്നവർ. ആലത്തൂർ ഭാഗത്തു നിന്നൊക്കെ നിറച്ചു ആൾക്കാർ തീവണ്ടിയിലും മോട്ടോർ സൈക്കിളിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഉച്ച വരെയൊന്നും വലിയ കുഴപ്പമില്ല. ഉച്ച കഴിഞ്ഞപ്പോൾ കൊടുமைയായ മഴ തുടങ്ങി. ആലത്തൂരും പരിസരത്തും പഴമ്പാലക്കോട്ടിലും പയ്യന്നൂരും വടക്കഞ്ചേരിയും നമ്മാറിയും കാട്ടറയിലൊക്കെ കൊടുமைയായ മഴ വിട്ടുവിട്ട് പെയ്തു. നിറച്ചും വെള്ളം കുളത്തിലും പുഴയിലും കിണറ്റിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആലത്തൂർ ധർമാസോത്തിരിയിൽ നിറച്ചും ആൾക്കാർ പനിയും കൊരയും ചെകിടുവേനയായിട്ട് നിറച്ചും പേര് വരുന്നുണ്ട്. നീരിളക്കത്തിനൊക്കെ ചികിത്സയ്ക്ക് വരുന്നെങ്കിലും ഒരുപാട് ആൾക്കാർ വെളിയിൽ നിന്ന് വെയിലും മഴയും കൊള്ളേണ്ട ഗതികേടാണ് കാണുന്നത്. ആശുപത്രിയിൽ പുതിയ കെട്ടിടങ്ങൾ പണിയണോണ്ട് അവിടെ നോക്കുന്ന ഡോക്ടർമാർക്കും ഇടങ്ങേറുണ്ട് എന്നാണ് പറയുന്നത്. കിഴക്കഞ്ചേരിയിൽ ഒരു വലിയൊരു കുറുമ്പ ക്ഷേത്രമുണ്ട്. ഒരു അമ്പലത്തിൻ്റെ കീഴിലുള്ള കുറുമ്പ ട്രസ്റ്റിൻ്റെ കീഴിൽ 13 പെണ്ണുങ്ങളുടെ കല്യാണം കഴിഞ്ഞു. പാവപ്പെട്ട വീട്ടിലത്തെ പെൺകുട്ടികളെ ആണ് അവർ തിരഞ്ഞെടുക്കുന്നത്. അവർക്ക് വേണ്ട തുണിയും മണിയൊക്കെ അവർ തന്നെ വാങ്ങിച്ചു കൊടുത്തു. ലേശം സ്വർണവും കൊടുത്തിട്ടുണ്ട്. നല്ല നിലയ്ക്ക് പെൺകുട്ടികൾക്ക് ജീവിതം ഉണ്ടാക്കി കൊടുത്തു. 29ാമത്തെ തവണയാണ് ഇവർ ചെയ്യുന്നത്. എല്ലാവരും കുറേശ്ശെ ആൾക്കാരുണ്ടാവും. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് ഉപകാരവും ഒക്കെ ചെയ്യുന്ന കൂട്ടരാണ് ഇവർ. മയക്കുമരുന്ന് കള്ളന് ഫരീദുദ്ദീൻ പറയുന്ന ആളിനെ ബാംഗ്ലൂരിൽ നിന്ന് വടക്കഞ്ചേരി പോലീസുകാർ പിടിച്ചു. ചെറുപ്പളശ്ശേരിയിലാണ് അയാൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇയാൾക്ക് സ്ഥിരം പണിയാണ് മയക്കുമരുന്ന് ഒളിപ്പിച്ച്
കൊണ്ടുവരിക, ആളുകളിനെയൊക്കെ കേടുവരുത്തുക, ആൾക്കാരിനെയൊക്കെ അതിനടിമകളാക്കുക. ഒടുവിൽ ആരോ പറഞ്ഞു കൊടുത്തു ഇന്ന പോലെ ഇന്നവിടെ ഉണ്ട് ആളെന്ന്. അതനുസരിച്ചിട്ട് അയാളെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, കോടതിയിൽ ഹാജരാക്കി. ബസ്സുകൾ ഒക്കത്തിനും പിടിച്ചിട്ട് തടഞ്ഞു വെച്ചു. വടക്കഞ്ചേരിയിൽ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് ബസ്സുകൾ വരാത്തതുകൊണ്ട് പീഡിയക്കാർക്ക് കച്ചവടം കിട്ടുള്ള പറഞ്ഞിട്ടാണ് പീഡിയക്കാരൊക്കെ കൂടിയിട്ട് വണ്ടിനെ തടഞ്ഞ് നിർത്തിയത്. ഇനി മേലിൽ വെളിയിൽ കൂടെ പോയ വിവരം അറിയും. ഞങ്ങളുടെ കടൻ്റെ തുമ്പർത്തിൽ കൂടെ വന്നാലേ ആളുകൾ ഞങ്ങളുടെ കടയിൽ നിന്ന് സാമാനങ്ങൾ വാങ്ങുള്ളൂ എന്ന് അവിടുത്തെ പീഡിയക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാൽക്കുളമ്പിൽ പൗലോസോട്ടൻ പറയുന്ന 80 വയസ്സുള്ള തന്തനെ കാണാനില്ല. ഇന്നലെ മോന്തിയാകുമ്പോൾ പോയതാണ്, അത്ര അവിടെ പോയിന്നറിയില്ല. കൂട്ടം കൂടാനുള്ള കഴിവും ചീടും കേൾക്കില്ല എന്നാണ് പറയുന്നത്. ആൾ ഊമയാണ് എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. മുഹറം മാസം 9ഉം 10ഉം വരുന്ന ചൊവ്വാഴ്ചയും ബുധനാഴ്ചയാണ് എന്ന് ഉസ്താക്കന്മാർ പള്ളിയിൽ വിളിച്ചു പറഞ്ഞു. അന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. പ്രബലമായ സുന്നത്തുള്ള നോലുമ്പായതുകൊണ്ട് ഒരുവിധമുള്ളവരൊക്കെ നോലും പിടിക്കുന്നാണ് പറയുന്നത്. അറബി വർഷത്തിലെ ആദ്യത്തെ മാസമാണ് മുഹറം മാസം. ഒരുപാട് പുണ്യം നിറഞ്ഞ മാസമാണ് മുഹറം മാസം. ആൾക്കാരിനെ പേടിപ്പെടുത്തി ചെക്കൻകുട്ടി കുളത്തി ചാടി. വീട്ടിൽ ഉമ്മാൻ്റെ വാക്കാണും ഉണ്ടാക്കിയിട്ട് ഞാൻ മരിക്കാൻ മുഖേണ് പറഞ്ഞിട്ട് പള്ളിക്കുളത്തിൽ പോയിട്ട് ചാടി. അത് കണ്ടിട്ട് ആരോ ഓടി വന്ന കുട്ടീനെ വാരിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി. ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ആലത്തൂര് പഴയ മാപ്പിള സ്കൂളിൻ്റെ മുമ്പത്തെ വീട്ടിലത്തെ ചെക്കൻകുട്ടിയാണ് ഈ കൂടെ ഒപ്പിച്ചെന്നാണ് പറയുന്നത്. ഗൾഫിൽ ഭയങ്കരമായ ചൂടും വിസർപ്പും കൂടി വരുന്നെന്ന് പറയുന്നു. നമ്മുടെ നാട്ടിൽ 2 മാസം മുമ്പ് ഉണ്ടായിരുന്ന അതേ അവസ്ഥയാണ് ഇപ്പോൾ ഗൾഫിൽ നടക്കുന്നത്. AC ഇല്ലാണ്ട് വീട്ടിലിരിക്കാൻ പറ്റില്ല, റൂമുകളിലും ജോലി സ്ഥലത്തും ഇരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കാസർഗോട്ടിൽ ചിത്താഗിരി പറയുന്ന സ്ഥലത്ത് സ്കൂളിലേക്ക് വന്ന +2 ചെക്കനെ പിള്ളേർ ചവിട്ടിക്കൂട്ടി. ഷൂട്ട് വന്നു പറഞ്ഞിട്ട് കൂടെയുള്ള ചെക്കന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ആ ചെക്കനെ തലകം വരങ്ങി പട്ടിന് തല്ലുമ്പോൾ തല്ലിയെന്ന് പറയുന്നത്. 2-3 ദിവസമായിട്ട് കുട്ടി കൂട്ടം കൂടുന്നില്ല, ആഹാരം കഴിക്കണില്ല. എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഒന്നും അറിയാൻ കഴിഞ്ഞില്ല, ഒന്നും ഉണ്ടല്ല. ആരെയും പറയേണ്ടെന്ന് ഈ കുട്ടീൻ്റെ പറഞ്ഞിട്ടുണ്ട്. ഈ വിവരം പറഞ്ഞാൽ നിന്നെ ജീവനോടെ വെക്കില്ല എന്നാണ് പറഞ്ഞു. ഇതൊക്കെ മൊബൈലിൽ ഈ ചെക്കനെ ചവിട്ടിക്കൂട്ടുന്നതും ഇടങ്ങേറാക്കണ ഉപദ്രവിക്കുന്നൊക്കെ വീഡിയോയും ഫോട്ടോ ആരൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ ചെക്കൻകുട്ടൻ്റെ വീട്ടുകാർ അറിഞ്ഞു. ഒടുവിൽ പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട്. തല്ലിയ ചെക്കന്മാരെ വെറുതെ വിടില്ല, കേസെടുത്തിട്ട് പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകണ്ടോ നോക്കട്ടെ, ഇല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടുകാർ വന്നിട്ട് അതിനെ വേണ്ട പോലെ ചെയ്യാമെന്ന് ചെക്കൻ്റെ ഏട്ടൻ പറഞ്ഞു. നാളെ കർക്കിടക മാസം 1 വരുന്നത്. പുതിയ മലയാള മാസമാണ് വരുന്നത്. കർക്കിടകം കഴിയുന്നവർ ദുർഘടം വരിക്കുന്നതാണ് എല്ലാവരും പറയുന്നത്. ഇന്നത്തെ ആലത്തൂർ വാർത്തകൾ കഴിഞ്ഞു.